ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ സുമിത്രയുടെ ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. പിന്നെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. അങ്ങനെ നമ്മുടെ അനിരുദ്ധും അനന്യയും കൂടി സംസാരിക്കുകയാണ്. സ്വരമോൾ എത്ര കാലത്തോളം ഈ വീട്ടിലുണ്ടാകുമോ അത്രയും കാലത്തോളം അനിരുദ്ധിന്റെ ഭാര്യയായി സ്വരമോളുടെ അമ്മയായി ഞാനും നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അനന്യ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം അത്രയും ദിവസമെങ്കിലും തന്നോടൊപ്പം ഉണ്ടാകുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ തനിക്ക് തൻ്റെ ഭാര്യയെ പിരിയേണ്ടി വരില്ല. ഇപ്പോഴുള്ള ഈ ദേഷ്യവും കാര്യങ്ങളും ഒക്കെ മാറുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അനിരുദ്ധ് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. സ്വരമോളാണെങ്കിലോ അച്ഛൻ്റെ ചെവിയിൽ രഹസ്യമൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഈ കാര്യങ്ങൾ ശീതളാൻറ്റിയോട് അറിയിക്കാൻ എന്നുള്ള രീതിയിൽ സരസ്വതി അമ്മയുടെ റൂമിലേക്ക് ചെല്ലുമ്പം ശീതൾ അവിടെ ഇല്ല. അപ്പം സരസ്വതി അച്ഛമ്മയുടെ അടുത്ത് ചെന്നിട്ട് അച്ഛമ്മയുടെ കാതിൽ പറയുകയാണ്, മോളെ നീ പറഞ്ഞ രഹസ്യമൊക്കെ ഞാൻ കേട്ടു, പക്ഷെ ഇതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടമല്ലേന്നും പറഞ്ഞ് അച്ഛമ്മ ആ കാര്യത്തിന് കൂട്ടു നിൽക്കുകയാണ്. ശീതൾ അങ്ങോട്ട് വന്നതും ആൻറ്റി എന്ന് നമുക്ക് തുടങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് സ്വര. അതൊക്കെയുണ്ട്, വാ മോളെന്നും പറഞ്ഞ് സ്വരയെയും കൂട്ടി ശീതൾ ഹാളിലേക്ക് പോവാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണെങ്കിലോ അനിരുദ്ധും അനന്യയും അതുപോലെ തന്നെ നമ്മുടെ സുമിത്രയും ഒക്കെ അവിടെ ഇരിക്കുക. അവരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ സ്വരമോളാണെങ്കിൽ അനിരുദ്ധിനെ കണ്ണ് കാണിക്കുന്നുണ്ട്. അതെ ഡാഡി എന്നുള്ള രീതിയിൽ. അപ്പം നമ്മുടെ സുമിത്ര ആണെങ്കിൽ എന്താണ് അച്ഛനും മോളും കൂടെ ഒരു ചെറിയ കിന്നാരം പറച്ചില്, എന്തോ ഒരു ഉടായ്പുണ്ടല്ലോ എന്ന് സുമിത്ര ചോദിക്കുമ്പം അതൊന്നും ഒന്നും ഇല്ല എന്നും പറഞ്ഞ് സ്വര ഇങ്ങനെ സംസാരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സരസ്വതി അമ്മയാണെങ്കിലോ സുമിത്രേ, ഈ വീട്ടിലേക്ക് നമുക്ക് തിരികെ വരാൻ സാധിച്ചത് എൻ്റെ മോൻ്റെ ഒരൊറ്റ കാരുണ്യം കൊണ്ട് മാത്രമാണ്. നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഈ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സരസ്വതി അമ്മ തൻ്റെ മകൻ്റെ പുരാണങ്ങളൊക്കെ എടുത്തിങ്ങ് അലക്കാൻ തുടങ്ങി. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ അനിരുദ്ധ് പറയുന്നുണ്ട്, അച്ഛമ്മയോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അമ്മ മനസ്സില്ലാ മനസ്സോടു കൂടിയാണ് ഈ വീട്ടിൽ വന്ന് താമസം തുടങ്ങിയത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞതും സരസ്വതി ആണെങ്കിലോ ഞാൻ ഇല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത്. എൻ്റെ സിദ്ധാർത്ഥ് കാരണമല്ല ഇത്രയും സൗഭാഗ്യങ്ങളൊക്കെ സുമിത്രയ്ക്ക് തിരികെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും സുമിത്രയെയും അതുപോലെ അനിരുദ്ധിനെയും ഒക്കെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കിനും സ്വരമോളാണെങ്കിലോ അച്ഛമ്മ ഇനി ഇവിടെ നിൽക്കണ്ട അച്ഛമ്മ, നമുക്ക് പോയി കിടന്ന് ഉറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. അല്ല മോൾക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് സുമിത്ര ചോദിച്ചതും എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അനന്യയോട് ചോദിക്കുന്നുണ്ട്, മോളെ അനന്യ കൊച്ചിന് ഉറക്കം വരുന്നുണ്ട് അമ്മ, എനിക്കൊരു ഇച്ചിരി കൂടെ ജോലിയുണ്ട്, അതുകൊണ്ട് ഇന്ന് സ്വര അമ്മയുടെ കൂടെ കിടന്നോട്ടെ. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്നാൽ ഇന്ന് എൻ്റെ മോളെ അച്ഛമ്മ ഉറക്കിത്തരാമെന്നും പറഞ്ഞ് സുമിത്ര നമ്മുടെ സ്വരമോളെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോവാണ്. അപ്പം ഇവരെല്ലാവരും പ്ലാൻ ചെയ്തത് സുമിത്രയെ കുറച്ച് സമയത്തേക്ക് ഇവിടെ നിന്നൊന്ന് മാറ്റി നിർത്തുക എന്നുള്ള കാര്യം തന്നെയാണ്. അങ്ങനെതാ സ്വരമോളുടെ അടുത്ത് ചെന്നു. അപ്പം മോൾക്ക് ഇന്ന് എന്താ സ്പെഷ്യലായിട്ട് വേണ്ടത്, കഥയാണോ അതോ പാട്ടാണോ വേണ്ടതെന്ന് ചോദിക്കുമ്പം എനിക്കിന്ന് കഥ മതി അച്ഛമ്മ, ഒരു നല്ല സൂപ്പർ കഥ പറഞ്ഞു തന്നെയെന്ന് പറയുമ്പം ഒരു രാജകുമാരിയുടെ കഥ സുമിത്ര പറയുകയാണ്. രാജകുമാരിയുടെ നാടും വീടും ഒക്കെ വിട്ടു വന്നു. അവസാനം അവൾക്ക് അവളുടെ പിറന്നാൾ ദിവസം പോലും ഓർമ്മയില്ലാത്ത രീതിയിലായിപ്പോയി. രാജകുമാരനാണെങ്കിലോ നാടായ നാട് മുഴുവൻ പടവെട്ടിപ്പിടിച്ചു. പക്ഷേ എന്നിട്ടും രാജകുമാരിയുടെ മനസ്സ് മനസ്സിലാക്കാൻ രാജകുമാരന് സാധിച്ചില്ല. തുടങ്ങിയ കഥകൾ സുമിത്ര ശരിക്കും തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് കൊച്ചിൻ്റെ അടുത്ത് കഥയായിട്ട് പറയുന്നത്. അപ്പൊ സ്വരയാണെങ്കിൽ ഇതൊക്കെ കേട്ട് തൻ്റെ അച്ഛമ്മ ഉറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സുമിത്ര ഉറങ്ങിയതും സ്വരമോള് പതിയെ പുറത്ത് കിടന്നു. അപ്പം വാതിൽ ചെറുതായിട്ട് അടച്ചു, അവള് പുറത്തേക്ക് പോവാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് രഞ്ജിതയാണ്. താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു വരുമായിരുന്നു. അതിനിടയ്ക്കാണ് പരമശിവൻ പിന്നിൽ നിന്ന് ചതിച്ചത്. അയാളെ ഇനി അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. സുമിത്ര തിരികെ ശ്രീനിലയത്തിൽ എത്തിയെന്ന് അറിഞ്ഞത് തനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പങ്കജും അതുപോലെ അരവിന്ദനും കൂടി നമ്മുടെ രഞ്ജിതയെ സമാധാനിപ്പിക്കുകയാണ്. എൻ്റെ രഞ്ജു, താൻ എന്തായാലും സംഭവിച്ച കാര്യത്തെ ആലോചിച്ച് അതിനി വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, അത് ആ പൊട്ടൻ അങ്ങനെ ചെയ്തു പോയി. അവൻ ആ ശ്രീനിലയം തിരികെ സുമിത്രയ്ക്കും സിദ്ധാർത്ഥിനും സമ്മാനിച്ചിട്ടാണ് തിരികെ പോയിരിക്കുന്നത്. അതുകൊണ്ട് നീ എനിക്ക് ചെയ്യേണ്ടുന്ന കാര്യം പങ്കജിൻ്റെയും പൂജയുടെയും വിവാഹം നടത്തുക എന്നുള്ളതാണ്. തൽക്കാലം സുമിത്രയുടെ കാര്യം അങ്ങ് വിടെന്നു പറഞ്ഞതും
ഇപ്പൊ തൽക്കാലം ഞാൻ മറന്നേക്കാം. പക്ഷേ എനിക്കിനി ഏറ്റവും അടുത്ത കാണേണ്ട ഒരു കാഴ്ച അത് പങ്കജിന്റെയും പൂജയുടെയും വിവാഹമാണ് എന്ന് പറഞ്ഞ് രഞ്ജിത തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് സംസാരിക്കുകയാണ്. അപ്പൊ പങ്കജാണെങ്കിലോ, മമ്മി ഒന്നുകൊണ്ട് ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട മമ്മി, എല്ലാ കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവളിപ്പോ ഇവിടുന്ന് പോയത് വളരെ സന്തോഷത്തിലാണല്ലോ, അതുകൊണ്ട് അവൾ തിരികെ ഈ വീട്ടിലേക്ക് വരുന്ന കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയുകയാണ്. അപ്പൊ രഞ്ജിതയാണെങ്കിലോ തന്റെ മനസ്സിലുള്ള ഐഡിയ പറയുക, എന്ത് വന്നാലും സുമിത്രയും നമ്മുടെ പൂജയും തമ്മിൽ നല്ലൊരു ബന്ധമാണ് ഇപ്പോൾ ഉള്ളത്. ഇതുപോലെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. അതിന് പങ്കജ് നീ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ എന്നും പറഞ്ഞ് പങ്കജിനോട് കാര്യങ്ങൾ പറയുമ്പോൾ പങ്കജാണെങ്കിലോ, മമ്മി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം, മമ്മിക്ക് എന്നെ വിശ്വാസം ഇല്ലേ? ഇപ്പൊ തന്നെ മമ്മി ഒന്ന് ആലോചിച്ച് നോക്ക്, പൂജ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നമ്മുടെ പൂജയുടെ കോള് വരികയാണ്. പൂജയെ മമ്മി വിളിക്കുന്നതെന്നും പറഞ്ഞ് പങ്കജ കോൾ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും മോനെ വേഗം എടുക്കെന്നും പറഞ്ഞ് അരവിന്ദ് തിടുക്കം കൂട്ടുകയാണ്. അങ്ങനെ പൂജയുടെ കോൾ എടുത്ത് അപ്പൊ പങ്കജിനോട് പൂജ പറയാണ്, പങ്കജ് ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ശ്രീനിലേത്തി തിരികെ വന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഒന്നും ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ ഇന്ന് അവളുടെ അമ്മയുടെ പിറന്നാൾ ആഘോഷമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ സംസാരിക്കുമ്പം പങ്കജാണെങ്കിലോ ഓ അങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുക. അപ്പൊ പൂജയ്ക്ക് അത് ഫീൽ ചെയ്യരുതല്ലോ, അതിനുവേണ്ടി കുറച്ച് ആക്ടിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പൂജയും പങ്കജും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് എപ്പോഴോ വെച്ച് റേഞ്ച് കട്ടാകുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പൂജ പറയുന്നുണ്ട്, റേഞ്ച് പോയതാന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, കുറച്ച് സമയം കഴിഞ്ഞ് വിളിക്കാമെന്നും പറഞ്ഞ് അവൾ അങ്ങ് റൂമിലേക്ക് പോവാണ്. ഈ സമയത്താണെങ്കിലോ മമ്മി പൂജയ്ക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടായാൽ പോലും അതെല്ലാം അവൾ എന്നെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അപ്പൊ മമ്മി ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പൊ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു മാറ്റം നടക്കുന്നില്ലേ? എടാ മോനെ ശരിയാണ്, ഇതൊരു പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് നമ്മൾ കരുതിയാൽ മതി. എന്തായാലും പൂജയുടെ മനസ്സിൽ നീ ഉണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഇതെന്നും പറഞ്ഞ് രഞ്ജിതയാണെങ്കിൽ തൻ്റെ മകനോട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ അവനെ പറഞ്ഞ് ഇങ്ങനെ തിരിപ്പിക്കുകയാണ്. അപ്പം അരവിന്ദനാണെങ്കിൽ ദേ മോനെ, അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ അതേപടി കേൾക്കണം. ഇനി അധിക ദിവസങ്ങളൊന്നും ഇല്ലല്ലോ പൂജയുടെ പിറന്നാളിന്. അപ്പം അതിനു മുന്നേ തന്നെ അവളെ നിന്നെ പ്രണയം അറിയിക്കണം. അത് മാത്രം പോരാ, നിങ്ങളുടെ വിവാഹം നടത്താനുള്ള കാര്യങ്ങളിലേക്ക് അത് എത്തിക്കണമെന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്തിരിക്കും. എൻ്റെ മമ്മിയെ വിഷമിപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അവളെയും അവളുടെ കുടുംബക്കാരെയും ഒക്കെ ഞാൻ ഇട്ട് വട്ടം കറക്കുമെന്നുള്ള രീതിയിൽ പങ്കജ് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രഞ്ജിതയ്ക്ക് നല്ല ആശ്വാസമൊക്കെ ആയി. പിന്നീട് നമ്മളെ കാണിക്കുന്നത് സുമിത്രത നല്ല ഉറക്കമാണ്. സുമിത്രയുടെ റൂമിലേക്ക് എല്ലാവരും മൊബൈലിൻ്റെ വെട്ടമൊക്കെ തെളിച്ചുകൊണ്ട് ഇങ്ങ് വരികയാണ്. അപ്പം ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ അവളുടെ മുഖത്ത് ഇങ്ങനെ അടിക്കുന്ന സമയത്താണെങ്കിലോ സുമിത്ര ചെറുതായിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ തുറക്കുകയാണ്. തുറന്നപ്പോൾ കാണുന്നത് റൂമിൽ എല്ലാവരും കൂടി ഫോണും പിടിച്ച് നിൽക്കുന്നു. റൂമിലും മൊത്തത്തിൽ ഇരുട്ടുമാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഹാപ്പി ബർത്ത്ഡേ അച്ഛമ്മ എന്നും പറഞ്ഞ് നമ്മുടെ സ്വരമോളാണെങ്കിലോ നമ്മുടെ സുമിത്രയോട് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോൾ സുമിത്രയ്ക്ക് മനസ്സിലായി ഇവരെല്ലാവരും കൂടി എന്തൊക്കെയോ സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുകയാണെന്ന്. അങ്ങനെ എല്ലാവരും സുമിത്രയെ വിഷ് ചെയ്തു. അച്ഛമ്മേ സർപ്രൈസ് ഒന്നും ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ ഒന്നും പറഞ്ഞ് സ്വരമോള് സുമിത്രയുടെ കൈയും പിടിച്ച് ഹാളിലേക്ക് വരികയാണ്. അവിടെ വന്ന സുമിത്രയാണെങ്കിൽ ഇതാ നന്നായിട്ട് ഞെട്ടി. അവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന അലങ്കാരപ്പണികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇതൊക്കെ എപ്പോൾ ചെയ്തു? അതൊക്കെ ഉണ്ട്, അച്ഛമ്മയെ ഉറക്കി കിടത്തിയില്ലേ, അച്ഛമ്മയെ ഉറക്കി കിടത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ സുമിത്ര എൻ്റെ ജന്മത്തിൽ ഞാൻ ഇങ്ങനെയുള്ളൊരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ സരസ്വതി അച്ഛമ്മയാണെങ്കിലോ എല്ലാം എൻ്റെ മോൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് സുമിത്രേ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അവൻ ശ്രീനിലയം തിരികെ തന്നില്ലായിരുന്നെങ്കിൽ ഇതുപോലെ നിനക്ക് സന്തോഷിക്കാൻ പറ്റുമായിരുന്നോ എന്ന് പറഞ്ഞതും അതൊക്കെ പോട്ടെ എന്നും പറഞ്ഞ് അൻ്റെതാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ പറയുകയാണ്. അപ്പം കേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ആദ്യം തന്നെ നമ്മുടെ സരസ്വതി അമ്മയ്ക്കാണ് സുമിത്ര കേക്ക് കൊടുക്കുന്നത്. സരസ്വതി തിരിച്ചും കൊടുത്തു. അങ്ങനെ തൻ്റെ കൊച്ചുമകൾക്കും മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ കേക്ക് കൊടുത്തതിന് ശേഷം സുമിത്ര വളരെയധികം സന്തോഷത്തിൽ നിൽക്കുകയാണ്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിനുമോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സുമിത്രത ചായയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങ് വരികയാണ്. അപ്പം സരസ്വതി അമ്മ എഴുന്നേറ്റു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ശീതൾ വന്നിട്ട് അമ്മ ഇന്ന് നേരത്തെ അടുക്കളയിൽ കയറിയോ, ഞാൻ ചായ ഉണ്ടാക്കാൻ വരുമായിരുന്നു എന്നും പറഞ്ഞ് അവൾ വന്ന കാര്യം പറയുമ്പോഴത്തേക്കിനും അതൊന്നും സാരമില്ല മോളെ എന്ന് പറയുക. പെട്ടെന്ന് ഇതാ സരസ്വതി അമ്മ, സുമിത്രേ ഇന്നലെ നിനക്ക് വളരെയധികം സന്തോഷമായില്ലേ? ആയമ്മേ ഒരുപാട് സന്തോഷമായി. എൻ്റെ ഇത്രയും വയസ്സിനിടക്ക് ഞാൻ ഇങ്ങനെയുള്ളൊരു പിറന്നാൾ ആഘോഷിച്ചു
സന്തോഷിച്ചിട്ടേ ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനെ എല്ലാത്തിനും നന്ദി പറയേണ്ടത് എൻ്റെ മകൻ സിദ്ധാർത്ഥിനോടാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ വാടക വീട്ടിൽ കിടന്ന നിന്നെ ഈ ശ്രീനിലയത്തിൽ തിരികെ എത്തിച്ചില്ലേ? അപ്പൊ ഇത് കേട്ടതും നമ്മുടെ ശീതളിന് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ശീതള് പറയാണ്, അച്ഛമ്മേ, അച്ഛൻ ഇതുമാത്രമല്ല ചെയ്തിരിക്കുന്നത്, അമ്മയെ സന്തോഷിപ്പിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. അച്ഛമ്മയും അച്ഛനും ഒക്കെ എൻ്റെ അമ്മയെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടും ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതും പെട്ടെന്ന് സരസ്വതി അമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. എടി, നിന്റെ ഈ നാവുദോഷത്തിൻ്റെതാണ് നീ ഈ വീട്ടിൽ തിരികെ വന്ന് നിൽക്കുന്നത്. നിനക്ക് ഇപ്പോഴും നിന്റെ ഭർത്താവുമായിട്ട് പോയി ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ, നീ ഇങ്ങനെ തന്നെ ഇവിടെ നിൽക്കൂടി എന്നും പറഞ്ഞ് സരസ്വതി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ ഉടനെ ശീതളിന് വിഷമമായി എന്ന് മനസ്സിലായി. സുമിത്രയാണെങ്കിലോ ശീതളിന്റെ അടുത്ത് സംസാരിക്കുക. എന്താ മോളെ, അവൻ പിന്നെ നിന്നെ വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഞാൻ അങ്ങോട്ടും വിളിച്ചില്ല, എന്നെ ഇങ്ങോട്ടും വിളിച്ചില്ല എന്നും പറഞ്ഞ് ശീതൾ ഒരു ദേഷ്യഭാവത്തിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ്. സുമിത്ര തന്റെ മകളുടെ ജീവിതത്തിന്റെ കാര്യം ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നത് കാണിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ അപ്പു വളരെയധികം സങ്കടത്തിൽ വീട്ടിൽ അങ്ങനെ കുത്തിയിരിക്കുക. ഊണുമില്ല, ഉറക്കവും ഇല്ല. ചെറുക്കനോട് പൂജ നോ പറഞ്ഞതിൻ്റെ സങ്കടമാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ചിത്രയാണെങ്കിലോ അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ അപ്പു, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ദേ, അവൾക്ക് നിന്നെ വേണ്ടെങ്കിൽ നീ അതങ്ങ് വിട്ടേക്ക്, നിനക്ക് എന്താ പെണ്ണിനെ വേറെ കിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം അമ്മേ, എനിക്ക് അങ്ങനെയൊന്നും സാധിക്കില്ല, പൂജയെ മറക്കാനായിട്ട് എനിക്ക് ഈ ജന്മം പറ്റില്ല എന്നും പറഞ്ഞ് അപ്പു സങ്കടപ്പെടുകയാണ്. അപ്പം അപ്പുവിനെ ആശ്വസിപ്പിക്കുന്ന ചിത്രയെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്